FCRA നിയമ ഭേദഗതിയിൽ BJPയെ കടന്നാക്രമിച്ച് ദീപിക ദിനപത്രം. ഹിന്ദുത്വ പ്രഖ്യാപിച്ച സാമ്പത്തിക ആക്രമണമാണ് FCRA ബിൽ എന്ന് മുഖപ്രസംഗം. ക്രൈസ്തവരുടെ സ്വത്തുക്കൾ കയ്യേറുന്നതിനുള്ള വകുപ്പുകളാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. ചെറുക്കണം ഹിന്ദുത്വയുടെ സാമ്പത്തിക ആക്രമണം എന്ന പേരിലാണ് മുഖപ്രസംഗം. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഇതിപ്പോൾ ബില്ല് തൽക്കാലം അവതരിപ്പിക്കപ്പെട്ടില്ലെങ്കിലും ഈ നീക്കത്തിൽ നിന്ന് BJPയും ഹിന്ദുത്വ ശക്തികളും പിന്നോട്ടില്ല എന്നുറപ്പിക്കണം എന്ന് തന്നെയാണ് ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. സഭയുടെ പൊതുനിലപാടായി തന്നെ ദീപികയുടെ ഈ മുഖപ്രസംഗത്തെ കണക്കാക്കാമോ? തീർച്ചയായിട്ടും ക്രൈസ്തവ സഭയുടെ ഒരു പൊതുനിലപാടാണ് ദീപിക പത്രത്തിന്റെ മുഖപ്രസംഗമായി പലപ്പോഴും വരുന്നത്. അതുകൊണ്ട് തന്നെ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ സഭയുടെ ഒരു പൊതുനിലപാടായി തന്നെ ഇതിനെ കരുതേണ്ടി വരുന്നു. പ്രത്യേകിച്ചും FCRA നിയമം, അതിൽ വലിയ ആശങ്ക ക്രൈസ്തവ സഭയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇതിന്റെ ഒരു മുഖപ്രസംഗം തന്നെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ചെറുക്കണം ഹിന്ദുത്വയുടെ സാമ്പത്തിക ആക്രമണം എന്നാണ്. അപ്പോൾ ഹിന്ദുത്വം പറഞ്ഞുകൊണ്ട് BJP തങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ക്രൈസ്തവരുടെ സ്വത്തും ഒപ്പം തന്നെ മറ്റ് വകകളുമെല്ലാം കണ്ടുകെട്ടാനുള്ള അല്ലെങ്കിൽ തട്ടിയെടുക്കാനുള്ള ഒരു നീക്കം ഇതിൻ്റെ പുറകിൽ കാണാമെന്നുള്ളതാണ്. അതിൽ തന്നെ പറയുന്ന, ഈ ലേഖനത്തിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഹർഷയെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ക്രൈസ്തവർ ഭയപ്പെടണമോ അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഇല്ല. പക്ഷേ അതിന് അനുസൃതമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ഇതിന് അനുസൃതമായി ക്രൈസ്തവരുടെ സ്വത്തുകളും വകകളും എല്ലാം കണ്ടുകെട്ടുന്നതിനും തട്ടിയെടുക്കുന്നതിനും വേണ്ടിയുള്ള വകുപ്പുകൾ BJP ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, നിലവിലെ ഒരു സമ്മർദ്ദം മൂലം പാർലമെന്റിന്റെ മേശയിൽ നിന്നും ഈ ബില്ല് മാറിയിട്ടുണ്ടാകാം. പക്ഷേ അത് ഭാവിയിലേക്ക് ഇനി വരാം. മറ്റ് ആൾക്കൂട്ട കൊലപാതകം പോലെ തന്നെയുള്ള ഒരു ചതിയായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുമെന്ന് മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട്. എന്തായാലും FCRA ബിൽ ക്രൈസ്തവർക്ക് നേരെ ഹിന്ദുത്വം പ്രഖ്യാപിച്ചിരിക്കുന്ന സാമ്പത്തിക ആക്രമണമാണെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹർഷൻ. റൈറ്റ്, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. FCRA നിയമവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടാണ് സഭ പൊതുവെ സ്വീകരിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ വരാനിരിക്കുകയാണ്, പക്ഷേ ഇത്തവണ അത് അവതരിപ്പിച്ചേക്കില്ല എന്നും പറയുന്നു. എന്നാൽ ഈ നീക്കവുമായി BJP പിന്നോട്ട് പോയാലും അതിൽ ഉറച്ചു തന്നെയായിരിക്കും അവരുടെ പിന്നീടുള്ള നീക്കം എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് ദീപിക മുഖപ്രസംഗം പറയുന്നത്. അത് ബുൾഡോസർ രാജിനും മണിപ്പൂരിലെ കലാപങ്ങൾക്കുമൊക്കെ ശേഷം അതിൻ്റെ തുടർച്ചയായി തന്നെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഈ സാമ്പത്തിക ആക്രമണം എന്നാണ് BJPയെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് ദീപിക എഴുതിയിരിക്കുന്നത്.